ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ടീച്ചറമ്മ വിചാരിക്കുന്നു. ഞാനും ഇവിടെ സന്തോഷമായിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൃഷ്ണകൃപയിലാണ് കേട്ടോ. വർക്കല ജനാർദ്ദന സ്വാമിയുടെ മണ്ണിൽ നമ്മുടെ ആദ്യത്തെ സംരംഭം കൃഷ്ണകൃപ ലക്ഷറി പൂൾ സ്റ്റേ ബൈ സുജ ആർ മോഹൻ്റെ ഇനാഗുറേഷനായിരുന്നു ഇന്ന്. ഇപ്പോൾ സമയം രാത്രി 2:30 കഴിഞ്ഞു. ഇന്നത്തെ ഇനാഗുറേഷൻ ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഒന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി. കാര്യം അത്രത്തോളം കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ പിറകിലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത്. അത്രയും ഉറക്കം ഒഴിഞ്ഞിരുന്ന് കൃഷ്ണകൃപയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. കാര്യം അറിയാമല്ലോ, ഇനാഗുറേഷൻ ഡേയുടെ തൊട്ട് തലേ ദിവസം എല്ലാം ഒരുക്കി എല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിൽ അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കക്കുറവൊക്കെ കൊണ്ട് ഞാൻ അറിയാതെ കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയാണ്. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ചാടി എഴുന്നിട്ട് അയ്യോ നാളത്തേക്കുള്ള വീഡിയോ ചെയ്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ മക്കളെ. നമുക്ക് നമ്മളൊരു എന്താ പറയുക, എല്ലാ ദിവസവും 365 ഡേയ്സും വീഡിയോ നമ്മൾ ഇടുക എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്തിരുന്ന എൻ്റെ മനസ്സിലെ ഒരു ഗോളായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ദിവസം നിങ്ങൾക്ക് രാവിലെ മോട്ടിവേഷൻ തരണം. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ എനർജറ്റിക്കായിട്ട് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങളെ വളരാൻ സഹായിക്കുക, വിജയിക്കാൻ സഹായിക്കുക, നിങ്ങൾ കാണുന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഗോളായിരുന്നു മക്കളെ. അപ്പോൾ ഒരു ദിവസം ഒരു രാവിലെ ആകുമ്പോൾ 5:30 നിങ്ങൾക്ക് വീഡിയോ കണ്ടില്ലെങ്കിൽ പലരും അയ്യോ ടീച്ചറും ഇന്നെന്താ വീഡിയോ ഇടാഞ്ഞതെന്ന് ഓർത്ത് വിഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായിട്ട് പോലും ഉറക്കം വന്നിങ്ങനെ തൂങ്ങുകയാണ്. എന്നിട്ട് പോലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന കേട്ടോ മക്കളെ. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും. നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്താനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ UK പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഫാമിലിയായിട്ട് ടീച്ചറമ്മ UK പോയ സമയത്ത് അവിടെ നമ്മളൊരു Airbnb താമസിക്കേണ്ടായി. Airbnb നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞു അവിടെ താക്കോൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ താക്കോലെടുത്ത് പിന്നെ യൂസ് ചെയ്തതിന് ശേഷം ഹോം സ്റ്റേ അതിൻ്റെ പിന്നെ നമുക്ക് അവിടുന്ന് പോകുമ്പോൾ നമ്മൾ കൂട്ടി ഇന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ എവിടെയാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്താനായിട്ട് കുറേ ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ അന്വേഷിച്ചു. പിന്നെയാണ് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഓണർ അത് വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ഹോം സ്റ്റേയിലേക്ക് കയറുന്നു. അപ്പം പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ളൊരു കെട്ടിടമായിരുന്നില്ല. പക്ഷേ അതിനകത്തേക്ക് കയറുമ്പോൾ വാവ് എന്നൊരു ഫീലിംഗ് വരുന്ന നല്ല ഒരു ഹോം സ്റ്റേ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കിച്ചൺ വഴിയാണ് കയറുന്നത്. കിച്ചണിലോട്ട് ആദ്യ കാല് വെച്ച് ആ ഒരു പിന്നെ ഹോം സ്റ്റേയുടെ ഭംഗി കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്തു, എനിക്കും ഇതുപോലെയുള്ള Airbnb സിസ്റ്റത്തിൽ എനിക്കും ഒരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇതുപോലത്തെ ഒരു ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം ഇന്ന് അത് റിയാലിറ്റിയായി. ഞാനിപ്പോൾ എൻ്റെ കൃഷ്ണകൃപയിലിരുന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത് മക്കളെ. നമ്മൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാകും എന്നുള്ളത് പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അന്നിങ്ങനെ ആഗ്രഹിച്ചു. വെറും ആഗ്രഹം മാത്രം പോരാട്ടോ. പലരും ചോദിക്കാറുണ്ട് ആഗ്രഹം മാത്രം ഉണ്ടെങ്കിൽ സ്വപ്നം നേടാൻ പറ്റുമോ? ആഗ്രഹം വെറും ആഗ്രഹമല്ല, അതൊരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം, അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം. വെറും അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. നിരന്തരമായിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗോളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് നമ്മുടെ വേറൊരു പ്രോപ്പർട്ടിയുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ബ്രോക്കറിനെ മീറ്റ് ചെയ്യും. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു വീടാണ് വേണ്ടത്. അങ്ങനെ അദ്ദേഹം ഒരു വീട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഹസ്ബൻഡും മക്കൾക്കോ വീട് കണ്ടപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് നമുക്ക് റിനോവേറ്റ് ചെയ്ത് നമ്മുടെ ഹോം സ്റ്റേ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ എൻജിനീയറോട് പറഞ്ഞു, എനിക്ക് കേരള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു നാടൻ തറവാട് ലുക്കിൽ വരുന്ന ഒരു വീടാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ എടുത്ത വീട് ശരിക്കും ആ ഒരു രീതിയിലുള്ളതായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് തന്നെ എൻജിനീയർ വളരെ ഭംഗിയായിട്ട് ആ ഒരു വീട് നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും നമ്മുടെ ഹോം സ്റ്റേ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിലൊത്തിരി സന്തോഷം. അതുപോലെ നമ്മുടെ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു പൂൾ വില്ലയാണ് കേട്ടോ ടീച്ചർമാർ. നമ്മുടെ ഹോം സ്റ്റേയും
പൂളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്ന വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ നമ്മുടെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന ദിവസവും അതുപോലെ നമ്മുടെ ഹോം സ്റ്റേയുടെ വ്യൂവും എല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ മക്കളെ. അപ്പോൾ അതിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ പലർക്കും ഗോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക ഫ്രീക്വൻസി, ആ ഗോളിൻ്റെ ഫ്രീക്വൻസിക്ക് മാച്ച് ആകില്ല. നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആക്കി വെക്കണം. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. ആ ഒരു പോസിറ്റിവിറ്റിയിൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. പലരും കണ്ണീരും കരച്ചിലും സങ്കടവും ലൈഫിലെ കുറേ പ്രശ്നങ്ങളും ചിന്തിച്ച് ആ ഒരു നെഗറ്റിവിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹൈ ഫ്രീക്വൻസി. ലൈഫിൽ എത്ര സിറ്റുവേഷൻ വന്നാലും എന്തൊക്കെ ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഞാൻ എപ്പോഴും ആ ഒരു ഹൈ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗോള് നടക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഹൈ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിരന്തരം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും കേട്ടോ മക്കളെ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണേ. അങ്ങനെ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അതിനെ എനിക്ക് റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എനിക്ക് അതിന് പിന്നിൽ സഹായിച്ചു. എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ്. ഞാനൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ ആഗ്രഹം എനിക്ക് നേടിത്തരാനായിട്ട് പുള്ളിയുടെ 110% അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ നമ്മുടെ ഹോം സ്റ്റേ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് മക്കളെ. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തെന്നുള്ളൊരു സ്റ്റോറി പറയാമെന്ന്. അപ്പോൾ അതിന് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക്, നിങ്ങൾ ഏത് ഗോളാണോ സെറ്റ് ചെയ്യുന്നത് ആ ഗോളിലേക്ക് എത്താൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൈവേർട്ടായി പോകരുത്. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റൂ. പലരും പറയും എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് നേടാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഫ്രീക്വൻസി ഹൈ ആക്കി വയ്ക്കുക. 2 ഫോക്കസ് അതിലേക്ക് കൊടുക്കുക. ഫോക്കസ് അതിലേക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഗോള് നേടിയെടുക്കാൻ പറ്റില്ല. നമ്മളതിലേക്ക് ഫോക്കസ് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഗോൾ നമുക്ക് എത്ര കാലത്തിനുള്ളിലാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് ഓരോ ദിവസവും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാവും. അതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണണം. വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവർ മാത്രമേ വലിയ സ്വപ്നങ്ങൾ നേടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടിക്ക് ശേഷമുള്ള ടീച്ചറമ്മയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ ഒരു പൂൾ സ്റ്റേ. ആദ്യം നമ്മുടെ കൺസെപ്റ്റിൽ പൂൾ സ്റ്റേ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് ചേർത്ത് അതിന് അതൊരു പ്രത്യേക തീമിലാണ് നമ്മൾ എന്താ പറയുക സ്വിമ്മിംഗ് പൂൾ ചെയ്തേക്കുന്നത്. ഒരു പാറമടയ്ക്കുള്ളിൽ പൂള് വരത്തക്ക രീതിയിൽ, പൂള് വരുന്ന രീതിയിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് കൃഷ്ണകൃപ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. എപ്പോഴാണെങ്കിലും നിങ്ങൾ വർക്കല വരുമ്പോൾ തീർച്ചയായിട്ടും ആര്യശ്രമയുടെ കൃഷ്ണകൃപയിൽ വരിക കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പലരും പറയാറുണ്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, ഞാൻ 11x11 ടെക്നിക്ക് ചെയ്തു, 555 ടെക്നിക്ക് ചെയ്തു, വീഡിയോ കണ്ടിട്ട് ആ ടെക്നിക്ക് ചെയ്ത് ഈ ടെക്നിക്ക് ചെയ്ത് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. ടെക്നിക്കുകളൊക്കെ വളരെ നല്ലതാണ്. ടെക്നിക്കുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ നടന്നു എന്ന് വരാം. പക്ഷേ കൺസിസ്റ്റൻസിയോടെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തും. പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഫ്രീക്വൻസി ചെയ്യണം. നമ്മൾ ചിന്തിച്ചു വിടുന്ന കാര്യങ്ങൾ പോലും വളരെ വേഗം മാനിഫെസ്റ്റ് ആവും. അപ്പോൾ അന്ന് ഞാൻ UK വെച്ച് ആഗ്രഹിച്ച ഒരു കാര്യം, അത്രയ്ക്കും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുകയല്ല, അതിനു വേണ്ടി വർക്ക് ചെയ്തു, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ആ ഒരു ഗോളിലേക്ക് എത്തി. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ അതിതീവ്രമായിട്ടുള്ളൊരു കാര്യം ആഗ്രഹിക്കുക, ഫ്രീക്വൻസി ഹൈ ആക്കി വെക്കുക, അതിനുവേണ്ടി നിരന്തരമായിട്ട് വർക്ക് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, അഫർമേഷൻ കൊടുക്കുക. ഞാൻ എല്ലാ ദിവസവും അതിനുവേണ്ടി ഞാൻ എഴുതുമായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമായിരുന്നു എൻ്റെ കൃഷ്ണകൃപ യാഥാർത്ഥ്യമാകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ മാനിഫെസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ടീച്ചറമ്മ നന്ദി പറയുകയാണ്. ഇനിയുള്ള
ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കുക. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 90 ഡേയ്സ് എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പം എനിക്ക് അത്രയും ദിവസം വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിന് ദൈവത്തോടും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നിങ്ങളോടും എല്ലാവരോടും പ്രപഞ്ചത്തിലെ സർവ്വചരാചരത്തോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് വഴിയേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വളരെ എന്താ പറയുക, വലിയ ഒരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെ മക്കളൊന്നും നിരാശപ്പെടാതെ, ഇന്ന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ടീച്ചർമ്മ ചെയ്ത് കാണിച്ചിട്ട് നമ്മളോട് പറയണം, മക്കളെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ കഴിയും എന്നുള്ളത് ജീവിച്ച് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കാണുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിരന്തരം വർക്ക് ചെയ്യുക. ടീച്ചർമ്മ എപ്പോഴും കൂടെ തന്നെയുണ്ട്. ടീച്ചർമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൂടെയുണ്ട്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഒക്കെ നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അടുത്ത ദിവസത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് ടീച്ചർമ്മയെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. വരുന്ന വീഡിയോസിലൂടെ ഷെയർ ചെയ്യാം. ടാറ്റ ബൈ ബൈ, ലവ് യു.